ആന ദുഃഖമില്ലാത്തവനും ആനന്ദവാനുമാകുന്നു. അരണ്യകാട് ചിരവാസന എന്നും കാട്ടിൽ കഴിഞ്ഞാൽ ക്ലേശമാപ്നോതി നിശ്ചയം. അതായത് അവന് ദുരിതമായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. ഇൻഫ്രാറെഡ് ലൈറ്റ് ആനയുടെ കണ്ണിലടിച്ചിട്ടാണ് ആന ഇടയുന്നത് എന്ന് ആദ്യം ന്യൂസ് വന്നിരുന്നു. ഇപ്പം ന്യൂസും ഇല്ല. 2013 തൊട്ട് ഒരു 8-9 സംഭവങ്ങൾ ആന ഇടഞ്ഞതുണ്ടായതിൽ ഈ ലൈറ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ആനയെ അടഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇതിനിടയിലുണ്ട്. ഇതിനകത്തൊരു വൻ ലോബി ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ലോകത്ത് അധിനിവേശത്തിൽ നശിക്കാത്ത ഏക സംസ്കാരം ഭാരതത്തിലെയാണ്. സ്വാഭാവികമായിട്ടൊരു പടക്കം പൊട്ടിയാൽ കാട്ടിലെ ആന പേടിയുണ്ട്. ഒരു ചെറിയ ഓലപ്പടക്കത്തെ പേടിപ്പിച്ചിട്ടാണ് ആന. അതെ, പക്ഷേ വെടിക്കെട്ട് അത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ശീലിപ്പിച്ചതാണ് ട്രെയിനിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇൻഫ്രാറെഡ് ലൈറ്റ് ശീലിപ്പിച്ചുകൂടാ? ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം പൂരപ്പറമ്പിൽ ഇങ്ങനത്തെ വെകിളികൾ വന്നിട്ടുണ്ട് നിങ്ങളെ ഓടിക്കാൻ. ആദ്യത്തെ അടിക്കുള്ള പ്രതികരണം എന്താണെന്ന് അറിയാൻ പറ്റില്ല. വാസ്തവത്തിൽ പാപ്പാൻ ചെന്ന് പേര് വിളിച്ച് തുമ്പക്കൈയിലൊന്ന് പിടിച്ചാൽ തീരുന്നൊരു പ്രശ്നം ഇവനെന്ത് ചെയ്യും? കാരക്കൊല്ലത്ത് എന്ന് പറഞ്ഞിട്ട് റോട്ട വെച്ച അങ്ങോട്ട് പോകും. ഒന്നുകൂടി പേടിക്കും. ഇത്രയും വലിയൊരു ജീവിയുടെ തൊലി വല്ലാത്ത കട്ടിയുള്ളതാണ്. തൊലി ഭയങ്കര കട്ടിയാണെങ്കിൽ ഹൈലി സെൻസിറ്റീവാണ്. ഇത്രയും വലിയ 6000 കിലോ ഉള്ള ജീവി നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സെയിം സൂചി കൊണ്ടാണ്. വാസ്തവത്തിൽ പശുവിനെയൊക്കെ കുത്തുന്ന അതിലും വലിയ സൂചിയാണ്. സൂചി കുത്തുന്നതിന് മുമ്പേ ആദ്യം ആനപ്പാപ്പാനെ ഇതിൻ്റെ തുമ്പക്കൈയിലൊക്കെ കെട്ടിപ്പിടിച്ച് പോട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. നമ്മുടെ ചെറിയ കുട്ടികളെ ഇഞ്ചക്ഷൻ കൊണ്ടുണ്ടാകും. സൂചി അങ്ങോട്ട് കയറ്റുമ്പോഴും ഇത്രയും വലിയ ജീവി ഇങ്ങനെ അതായത് ഒരു ചെറിയ വേദന പോലും അതിന് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇമോഷണലി അങ്ങനെ ആയിരിക്കുകയല്ലേ. നമസ്കാരം. ആനവിശേഷങ്ങൾ ഡോക്ടർ ജയറാം ശിവറാമുമായി വീണ്ടും മിത്ര ടോക്സിൽ തുടരുകയാണ്. ഒരുപാട് തെറ്റായ ധാരണകൾ എനിക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു എനിക്കറിയില്ല. അതായത് ആനയ്ക്ക് ചൂട് ഇഷ്ടമല്ല എന്നൊരു ധാരണയായിരുന്നു. ആനയ്ക്ക് ചൂട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആന മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിയാണ്. ആനയും ഒരു ഇക്കോസിസ്റ്റവും തമ്മിൽ, അതായത് അവിടെ ആണാനകളുടെ എണ്ണം കൂടുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ ദൈവം തന്നെ സൃഷ്ടിച്ച ഒരു ജീവിയാണ് മനുഷ്യരെന്നൊരു ദർശനത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും രസകരമായ അനുഭവങ്ങളും ഓർമ്മകളും നമ്മുടെ കേട്ട കഥകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച് പോയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയിലേക്ക് കിടക്കാം. നമസ്കാരം. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ആന ശരിക്കും മനുഷ്യനോട് ചേർന്ന് ജീവിക്കേണ്ട ഒരു ജീവിയാണ്, മനുഷ്യനെ ഇഷ്ടമുള്ളൊരു ജീവിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മൃഗസ്നേഹികൾ ഉണ്ടാക്കി വെച്ച വലിയൊരു പ്രൊപ്പഗാൻഡ ഇവിടെയുണ്ട്. കാരണം ചൂട് ആനയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പക്ഷേ ചൂട് ഇഷ്ടമാണെന്നാണ് കൃത്യമായിട്ട് അതിൽ ശ്ലോകത്തിൽ തന്നെ പഴയ ശാസ്ത്രഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മനുഷ്യവാസ സ്ഥലങ്ങളിലൂടെയാണ് ആനയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു അടിസ്ഥാന ഗ്രന്ഥത്തിന് എന്തെങ്കിലും ഉണ്ടോ? പാലകാപ്യത്തിൽ പറയുന്നത് മനുഷ്യസന്നിധോ നിത്യം ഗജ സ്വസ്ഥോ നിരാമയ അരണ്യേ ചിരവാസേന ക്ലേശമാപ്നോതി നിശ്ചിതം എന്നാണ്. അതായത് മനുഷ്യസന്നിധിയിൽ, അതായത് മനുഷ്യനോടൊപ്പം ഗജ സ്വസ്ഥോ നിരാമയ. സ്വസ്ഥം എന്ന് പറഞ്ഞാൽ സ്വാസ്ഥ്യം. അതായത് നമ്മൾ ആയുർവേദത്തിൽ ചികിത്സയുടെ പൂർണ്ണത എന്ന് പറയുന്നത് സ്വാസ്ഥ്യമാണ്. അതായത് ആരോഗ്യം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല, ഒപ്റ്റിമൽ ഹെൽത്ത് ഈസ് ഹാപ്പിനെസ് എന്നാണ് ആരോഗ്യത്തിന്. അതാണ് ആനന്ദത്തോട് കഴിയുന്ന ആൾക്കാരിൽ ഒരു ഭംഗി വരുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആനന്ദമാണ് സൗന്ദര്യം. ആനന്ദം ഉണ്ടെങ്കിലേ സൗന്ദര്യമുള്ളൂ, അല്ലാതെ മേക്കപ്പ് ഇട്ടുണ്ടാക്കാവുന്നതല്ല സൗന്ദര്യം. ആനന്ദം എന്നുള്ള അവസ്ഥ അതാണ് ഒപ്റ്റിമൽ ഹെൽത്ത് ഈസ് ഹാപ്പിനെസ്. അതാണ് ആരോഗ്യത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത് ആനന്ദമുള്ള അവസ്ഥയാണ്. അതിനാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ആ മനുഷ്യ സന്നിധവും നിത്യം, അത് എന്നും മനുഷ്യനൊപ്പം കഴിഞ്ഞുകൂടിയാൽ ഗജ സ്വസ്ഥോ നിരാമയ. അതായത് ആമയം എന്ന് പറഞ്ഞാൽ ദുഃഖം, നിരാമയം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളില്ലാത്തവൻ. അതായത് ആന ദുഃഖമില്ലാത്തവനും ആനന്ദവാനുമാകുന്നു. അരണ്യകാട് ചിരവാസന എന്നും കാട്ടിൽ കഴിഞ്ഞാൽ ക്ലേശമാപ്നോതി നിശ്ചയം. അതായത് അവന് ദുരിതമായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അത്ര കൃത്യമായിട്ട് പാലകാപ്യത്തിൽ അത്ര കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഇതിന്ന് ഇൻ്റർനെറ്റിൽ കൂടെ ഉണ്ടാക്കിയ വിദ്യ അല്ലിത്. അന്ന് സഹവാസത്തിൽ സഹജീവനത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് അന്ന് ആചാര്യന്മാർ അനുഭവിച്ച് അറിഞ്ഞ് എഴുതി ഉണ്ടാക്കിയതാണ് ഇത്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്നേഹേന വശകോ ഗജ ന ദണ്ഡേന കഥാചന പ്രേംനാഹി സാധ്യതേ സർവം ഗജചിത്രം വിശേഷത എന്ന് പറയുന്നുണ്ട്. അതായത് ആനയെ സ്നേഹം കൊണ്ട് അവനെ അടിമയാക്കി നമ്മുടെ കൂടെ നിർത്താം, അവൻ നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതേസമയം നമ്മൾ അവനെ ഭരിച്ച് പീഡിപ്പിച്ച് ഇണക്കി നിർത്താമെന്ന് വിചാരിച്ചാൽ അവനവൻ്റെ വിധം മാറും, അല്ലേ, തനിസ്വഭാവം കാണിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി ശ്ലോകങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഗജപാലന സംയുക്ത സുഖം വർത്തതി നിത്യശ അപാലനേതു ദുഷ്ടാത്മ ഭവദ്ഭീഷണ ദർശന എന്നാണ്.
അതായത് ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്ന ആന സന്തോഷത്തോടെ വളരും, പരിചരണമില്ലെങ്കിൽ അവൻ ക്രൂരനായി മാറുമെന്ന് പറയുന്നുണ്ട്. പരിചരണമില്ലെങ്കിൽ അത് അവനെ കെയർ ചെയ്തില്ലെങ്കിൽ സ്നേഹത്തോടുകൂടി കെയർ ചെയ്തില്ല അവൻ ക്രൂരനായി മാറും. പല ആനകളും സംഭവിക്കുന്ന അതാണ്. കാരണം സ്നേഹം കിട്ടുന്നില്ല, ക്രൂരതയാണ്. മനുഷ്യ സ്നേഹ സംയുക്തോ ഗജോ ഭവതി സേവക വിശ്വസ്യ സർവകാര്യേഷു നൃപസ്യ ഹൃദയരഥ എന്നാണ്. മനുഷ്യ സേവനം സ്നേഹം ലഭിച്ച ആന വിശ്വസ്ത സഹായിയായിട്ട് നമ്മുടെ ഒപ്പം കാണും. സ്നേഹം തന്നെ പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നതിനെ കുറിച്ച് അല്ല, ഭയപ്പെടുത്തലല്ല, സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റുള്ളൂ. ആനയെ സ്നേഹം കൊണ്ടേ കീഴടക്കാൻ പറ്റുള്ളൂ. അതിനെ സ്നേഹത്തോടു കൂടി തൊട്ടാൽ അതറിയാം. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതറിയാം. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഇത്രയും വലിയൊരു ജീവിയുടെ മറ്റേ തൊലി വല്ലാത്ത കട്ടിയുള്ളതാണ്. തൊലി ഭയങ്കര കട്ടിയാണെങ്കിൽ ഹൈലി സെൻസിറ്റീവാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതവിടെ അതെ അറിയും. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ 6000 കിലോയുള്ള ജീവി നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സെയിം സൂചി കൊണ്ടാണ്. വാസ്തവത്തിൽ പശുവിനെയൊക്കെ കുത്തുന്ന അതിലും വലിയ സൂചിയാണ്. ഈ സെയിം സൂചി കൊണ്ട് ഇതിന് മരുന്നിന് വേണ്ടിയിട്ട് ചെവിയിലാണ് ഇഞ്ചക്ഷൻ കൂടുതലും IV കൊടുക്കുന്ന ചെവിയിലാണ്. ഈ സൂചി കുത്തുന്നതിന് മുമ്പേ ആദ്യം ആനപ്പാപ്പാൻ ഇതിൻ്റെ തുമ്പക്കയിലൊക്കെ കെട്ടിപ്പിടിച്ച് പോട്ടെ മോനെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. നമ്മുടെ ചെറിയ കുട്ടികളെ ഇഞ്ചക്ഷൻ കൊണ്ടുണ്ടാകും. എന്നിട്ട് ഇതേപോലെ ഓമനിച്ച് ആണ് ഡോക്ടർ അടുത്ത് നിന്ന് തട്ടി മോനെ കുട്ടാ ഇത് ഇപ്പം തരും കേട്ടോ എന്ന് പറഞ്ഞ് ഈ സൂചി അങ്ങോട്ട് കയറ്റുമ്പോഴും ഇത്രയും വലിയ ഇങ്ങനെ അപ്പോൾ അത് എത്ര സെൻസിറ്റീവാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു ചെറിയ വേദന പോലും അതിന് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇമോഷണലി അങ്ങനെ ആയിരിക്കുകയല്ലേ. ശരിയാണ്. ചെറിയ അവഗണനയും ഒരുപോലെ തന്നെയാണ്. അത്ര സെൻസിറ്റീവായിട്ടുള്ള ജീവിയാണ് ആനയെ. ഞാൻ പറഞ്ഞ ചുരുങ്ങിയ പക്ഷം ആനയെ അറിയാനുള്ള സംവിധാനം ആനപ്പാപ്പാമാർക്കെങ്കിലും പിന്നെ ഇപ്പോൾ ഉണ്ട്. കേരളത്തിലെ ഫാൻസ് അസോസിയേഷൻ ഫ്ലക്സ് വെക്കുന്ന ടീം നാസിക് ഡോല് വെച്ച് സ്വീകരിക്കുക. ലോറി ആനയും കൊണ്ട് ഉത്സവത്തിൻ്റെ അങ്ങോട്ട് വരുമ്പോഴേ ഒരു 5 കിലോമീറ്റർ ഇപ്പുറം ഒരു 10-25 ബുള്ളറ്റും വണ്ടിയും കൊടിയും തോരണവും മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് അലറി പിടിച്ച് നാസിക് ഡോലും കൂടെ കൊട്ടിക്കൊണ്ടാണ് സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. ആനയ്ക്ക് വേണ്ട സ്വീകരണം അതല്ല. അവർ ആന വരുന്നതിന് മുമ്പേ പടവും ഫ്ലക്സും വെച്ച് നടത്തിക്കോട്ടെ. ആനയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാം, ഇഷ്ടമുള്ള വിശ്രമം കൊടുക്കാം, അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താം. ആനയുടെ ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആനയൂട്ടെന്ന് പറഞ്ഞിട്ട് വളരെ കാര്യമായിട്ട് നടക്കുന്ന കർക്കിടക മാസത്തിലൊക്കെ അല്ലേ നടക്കുന്നത്? അതെ അതെ. അത് ഈ ചോറ്, വലിയ ഉരുളകളൊക്കെ ചോറ്, ശർക്കര കൊടുക്കുന്നുണ്ട്. അതെ, ഇതൊക്കെ ആനയ്ക്ക് കൊടുക്കാവുന്ന ഭക്ഷണം തന്നെയാണോ? എല്ലാം കൊടുക്കാവുന്ന ഭക്ഷണമാണ്. അത് ഗണപതി എന്നുള്ള സങ്കല്പത്തിൽ ഗണപതി ഹോമം നടത്തുന്നതിന് പകരം ബിംബത്തിന് പകരം ഡയറക്റ്റ് ഗണപതിക്ക് നമ്മൾ ഹവിസർപ്പിക്കുകയാണ്. മറ്റേ സങ്കല്പമാണ്. ആ ഹവിസ് നമ്മൾ തന്നെയാണ് വെച്ചു എടുത്തു എന്ന് വിചാരിക്കുന്നതിന് ശരിക്കും അങ്ങ് കൊടുക്കുന്നു. അതെല്ലാം യുക്തമായ സാധനങ്ങൾ തന്നെയാണ്. ഇത് ആണ്ടിലൊരിക്കൽ ചെയ്യേണ്ടതല്ല. പറ്റുമെങ്കിൽ കുറേശ്ശെയെങ്കിലും ദിവസവും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആനയ്ക്കും സന്തോഷമാണ്, ആനയ്ക്ക് നല്ലതുമാണ്. കാരണം ഈ ലൈറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ ദഹനത്തിനെ സഹായിക്കുന്നതാണ്. പിന്നെ മധുരമുള്ളതും പഴങ്ങളും ഒക്കെ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളുമാണ്. അതുകൊണ്ടാണല്ലോ ഗണപതി മോദകപ്രിയൻ. ഇതെല്ലാം നമ്മൾ ഗണപതിക്ക് വെക്കുന്ന ഹവിസുകളാണിതെല്ലാം. ഇപ്പോൾ തൃശ്ശൂരിൽ ആനയ്ക്ക് കുറച്ച് ആരാധകർ കൂടുതലുണ്ട്. ആനപ്പിണ്ടി കണ്ടാൽ അത് ഏത് ആനയുടെയാണെന്ന് 25ഓളം ആനകളെക്കുറിച്ച് ഈ പാമ്പാടി രാജനെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന ദേവസ്വചേട്ടനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആനപ്പിണ്ടിക്ക് പൂരക്കായ എന്നാണ് പറയുക. പൂരക്കായ കിടക്കണമെന്നാണ് പറയുക. അതുപോലെ ആനയ്ക്ക് ഗണുക്കുട്ടൻ എന്ന് പറയും. അത് ഗണപതിയുടെ ഒരു വല്ലാത്ത വാത്സല്യമാണ്. അവർ നമ്മുടെ ഒരമ്പലത്തിലേക്ക് ഒരു ആന കയറി വരുമ്പോൾ ഓപ്പോസിറ്റ് തൊഴുതിറങ്ങുന്നൊരു കാരണം വരിക ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആനോട് പറഞ്ഞാൽ അങ്ങനെ ആളാണ് ഇറങ്ങിപ്പോകണം. അത്രയ്ക്കൊരു സൗഹൃദത്തിൽ ആനയോട് ഇടപെടുന്ന ഒരു വലിയ സമൂഹം തൃശ്ശൂരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കൗതുകങ്ങൾ, ഈ കൗതുകങ്ങൾ വിട്ടിട്ട് ചോറ കൗതുകങ്ങളുണ്ട്. ഇപ്പോൾ വെറുതെ ഒരു ആളോട് നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ പിടിയാന, അതിന് സ്വാഭാവികമായിട്ടും കുട്ടി ഉണ്ടാവുമല്ലോ. ഈ പിടിയാനയുടെ മുല എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ FM വർക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടിയെടുത്ത് ചോദിച്ചു, പറഞ്ഞല്ലോ ആനയുടെ മുല എവിടെയാണെന്ന് ചോദിച്ചത് ഒരു കൗതുക കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ ആനയുടെ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, മാക്സിമം 2 കുട്ടി അതുകൊണ്ടല്ലേ ഉണ്ടാവുക? ജനിക്കുമ്പോൾ അതിന് എന്തായിരിക്കും തോന്നുന്നു? ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. അത്യപൂർവമായിട്ട് ഇരട്ടകൾ ഉണ്ടാവാം. പക്ഷേ അത് നിലവിൽ വനത്തിൽ വെള്ളം സംഭവിച്ചെങ്കിലും നമ്മുടെ നാട്ടാനകളുടെയോ അറിവിലോ ഇരട്ടകളുണ്ടാകും. സാധാരണഗതിയിൽ പറയുക പട്ടിക്ക് 12 മുലയുണ്ടെങ്കിൽ 12 കുട്ടി വരെ ഉണ്ടാവാം. അങ്ങനൊക്കെ ഒരു കണക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യന് 2 ആയതുകൊണ്ട് 2 കുട്ടി വരെ ഉണ്ടാവാം സ്വാഭാവികമായിട്ട്. 2 ഉള്ളൂ. 2 ആണല്ലേ? അത് എവിടെ പെട്ടെന്ന് കാണുന്നത്? നടയുടെ ഇടയ്ക്ക് കാലിൻ്റെ കണ്ണ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അകിട് പുറത്തോട്ട് തൂങ്ങുകയില്ല. ഈ ജേഴ്സി പശുവിനെ പോലെ ആന എങ്ങനെ നടക്കും? മറ്റേ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ പാല് നിറഞ്ഞിട്ട് അങ്ങനെ അകിട് വരില്ല അല്ലേ? അതുപോലെ കൊമ്പനാനയ്ക്ക് വൃഷണം ഉണ്ടായാലത്തെ അവസ്ഥ, പുറത്തോട്ടാണാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ചു. അതിനെന്തോ കഥയുണ്ട്. മറ്റേ എന്താ
കഥ എനിക്കറിയത്തിൽ ഉള്ളിലാണ്, ശരീരത്തിൽ ദേവാസുര യുദ്ധത്തിൽ വൃഷ്ണസഞ്ചി പുറത്തായതുകൊണ്ട് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് അകത്തേക്ക് ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുഗ്രഹമാക്കി കൊടുത്ത ജീവിയാണെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ആ ജീവിയോടുള്ള വാത്സല്യത്തിൽ രസകരമായ കഥകൾ, നമ്മൾ പല കഥകളും പരമ്പരാഗതമായിട്ട് ഇങ്ങനെ വന്നതാണ്. അതിനോടുള്ള ബഹുമാനം, അതിനോടുള്ള വാത്സല്യം, അതിനോടുള്ള ഇഷ്ടത്തിനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലോജിക്കിനെ കഥാരൂപത്തിൽ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഇതാവാം. പക്ഷേ പ്രാക്ടിക്കലി ഇത് പുറത്താണത്തെ കാര്യം ആലോചിച്ച് ഓടാൻ പറ്റുമോ? ശരി രണ്ടും പിടിയാനുണ്ട്. ഈ അകിടാണെങ്കിൽ ഇവർ വൃഷണാണെങ്കിൽ രണ്ടും പറ്റില്ല. ഒന്നാമത്തെ കാലുകൾ തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ വ്യത്യാസം, ഇതിൻ്റെ ചലന രീതി ഇങ്ങനെ കാല് മുന്നോട്ട് വെക്കുമ്പോൾ ഈ എപ്പോഴും ഉരസിൽ വരുന്ന മൂവ്മെൻ്റാണ്. എൻ്റെ ചലനം നടക്കുന്ന നോക്കിയാൽ മതി. ആ നടക്കുന്ന ചലനത്തിൽ ഇതൊരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദൈവം അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് ഇതൊക്കെ വേണ്ട ഒതുക്കത്തെ സ്ഥലത്ത് കറക്റ്റ് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മുൻകാലിൻ്റെ കാലിൻ്റെ വട്ടല്ലേ, അതുമായി ബന്ധപ്പെട്ട എന്തൊരു ഉയരമായിട്ടൊരു കണക്ക് കിട്ടുന്നത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ്. അതായത് നടയുടെ വട്ടം, നടന്ന് പറഞ്ഞാൽ മുൻകാലിലെ വട്ടം, മുൻകാലിൻ്റെ വട്ടം, അതായത് തറയിലോട്ട് പതിയുന്ന ഭാഗത്തിൽ തറയിൽ പതിയുമ്പോൾ ഒരു പാട് വരികയാണെങ്കിൽ ആ പാട് ആ വട്ടം എടുത്തതിൻ്റെ ഇരട്ടിയായിരിക്കും ആനയുടെ ഉയരം. കേൾക്കുമ്പോൾ അതൊരു അല്ലാന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും, കാരണം എന്താണെന്ന് വെച്ചാൽ ശരാശരി ഒരു 15 വയസ്സ് കഴിഞ്ഞൊരു ആനയുടെ നടയുടെ ചുറ്റളവ് കൊമ്പനാണെങ്കിൽ 48 തൊട്ട് 55-56 ഇഞ്ച് വരെ ഉറപ്പായിട്ടുണ്ടാവും. ഇൻറ്റു 2 എന്ന് പറയുമ്പം ഇപ്പം 48 ഇഞ്ചാണെങ്കിൽ 4 അടി, 4 8 അടി പൊക്കം. അതായത് ഈ കൈയുടെ പേശിയുടെ ഈ ഭാഗം, ഈ ഇവിടുത്തെ അല്ല നോക്കുന്നത്. ഇപ്പം ഈ തലപ്പൊക്ക മത്സരം വന്നേ പിന്നെ വടി കൊണ്ട് കുത്തിൻ്റെ തല ഇങ്ങനെ പൊക്കി നിർത്തും, അതല്ല പൊക്കം. ആനയുടെ സ്വാഭാവികമായ പൊക്കം അല്ലേ. അപ്പോൾ കാലിൻ്റെ വട്ടത്തിൻ്റെ ഇൻറ്റു 2 അതായിരിക്കും ഉയരം. അത് അത്ഭുതപ്പെടുത്തുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും നമുക്കൊരു ആന കടന്നു പോയ പാട്, അതിൻ്റെ ഇമ്പ്രഷൻ തറയിൽ കിടപ്പുണ്ടെങ്കിൽ അത് അളന്നു കഴിഞ്ഞാൽ എത്ര പൊക്കമുള്ള ആനയാണ് എന്നറിയാം. അത് കാട്ടാനയുടെ ആണെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അതറിയാൻ പറ്റും. പിന്നെ നഖത്തിൽ നിന്ന് പ്രായം അറിയാം, അങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ കുട്ടികളുടെ കുട്ടി ജനിക്കുമ്പോൾ എത്ര കിലോ തൂക്കുണ്ടാവും? 90 തൊട്ട് 120 കിലോ വരെ. അത് അമ്മയുടെ ആരോഗ്യത്തിനനുസരിച്ച്. പിന്നെ നമ്മുടെ ഏഷ്യൻ ആനകളിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പറയുമ്പം നിലമ്പൂർ, ഗൂഡല്ലൂർ, ബന്ദിപ്പൂര് 3 വനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റിയറിംഗ് വീലിലെ സ്പോക്ക് പോലെ ഒരു വനം 3ആയിട്ടാണ്. ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജും ഉണ്ട്. പക്ഷേ നമ്മുടെ നിലമ്പൂർ വനം സമൃദ്ധമായ കാടാണ്, വൻ മരങ്ങളുള്ള കാടാണ്, വൻ പച്ചപ്പുമുണ്ട്, കാലാവസ്ഥയും ശീതകാലാവസ്ഥയാണ്. അതുകൊണ്ട് ഇതിന് തീറ്റി തേടി അധികം അലയേണ്ടി വരുന്നില്ല ഈ നിലമ്പൂർ കാടുകളിൽ. ഞാൻ ഒരു പർട്ടിക്കുലർ കാടിൻ്റെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അധികം ഇടറോഡില്ലാത്തൊരു കാടാണത്. ഈ ഒറ്റ റോഡ്, നിലമ്പൂർ വഴിക്കടവ് ഗൂഡല്ലൂർ റോഡ് ഒറ്റ വഴിയേ ഉള്ളൂ. ഇടയ്ക്കൂടുള്ള റോഡുകൾ കുറവായതുകൊണ്ട് ഇതിൻ്റെ ആവാസ വ്യവസ്ഥ വലിയ ക്രോസിങ്ങും പ്രശ്നങ്ങളും വരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ആനകളെല്ലാം നല്ല കട്ടിയുള്ള ആനകളാണ്. അതേസമയം ഗൂഡല്ലൂരോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പുൽമേടുകൾ കൂടുതലാണ്. ഈ ഒത്തിരി കവർ ചെയ്ത് സഞ്ചരിക്കണം. ഇതിന് കയറ്റവും ഇറക്കവും കണ്ടമാനം സഞ്ചരിച്ചാലേ ഇതിന് തീറ്റി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ശരീരം ഒതുങ്ങിപ്പോയി. മറ്റേ ബന്ദിപ്പൂരി എന്ന് കഴിഞ്ഞാൽ അവിടെ വൻമരങ്ങളില്ല, ഷെയ്ഡും കുറവാണ്. അതുകൊണ്ട് ഇവൻ വെയിലും ഡയറക്റ്റ് കൊള്ളേണ്ടി വരും, തീറ്റിക്ക് കണ്ടമാനം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അതിന് തിന്നാനുള്ള പച്ചപ്പ് കുറവാണ്. വരണ്ട കാടുകൾ, അത് ഇനിയും പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് അവിടുത്തെ ആനകളൊക്കെ ലീനായിരിക്കും. അതായത് അതിനനുസരിച്ച് തന്നെ ഇവരുടെ കുട്ടികളും വലുപ്പ വ്യത്യാസം തൂക്കക്കുറവൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ക്രോസ് മേറ്റിങ് ഒരെനമാണെങ്കിൽ പോലും ക്രോസ് ബ്രീഡിങ് നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെലിഞ്ഞ ടീമുകൾക്ക് കേരളത്തിൽ നിന്ന് എല്ലാം തടിയന്മാരെ പിടിക്കുകയില്ല. നമ്മളുടെ പുരുഷ സംഘം 0 സൈസ് അല്ല മലയാളികളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ അല്ലേ. അത് അത്ര മൈന്യൂട്ടായിട്ടുള്ള ശ്രദ്ധയും തറവാടിത്തവും കാണിക്കുന്ന ജീവികളെ അവർ ആ വഴിവിട്ടുള്ളൊരു പരിപാടിക്ക് അവരെ കിട്ടുകയല്ല. അത്ര ഒരു കുട്ടിക്ക് ഇപ്പോൾ 100 കിലോ ആവറേജ് എടുക്കാം നമുക്ക് തൂക്കം എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം എത്ര തൂക്കം വെച്ച് കൂടുമായിരിക്കും? ഒരു മാസം കൊണ്ട് ശരാശരി 30 കിലോ അടുത്ത്. അപ്പോൾ ഒരു ദിവസം 1 കിലോ വെച്ച് കൂടുന്നുണ്ട്. അത് പാലും കുടിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പ്രകൃതി കൊടുക്കുന്ന വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമം, രക്തഓട്ടം, ഇതൊക്കെ അതിൻ്റെ പോഷണത്തിനെ സഹായിക്കുന്നുണ്ടായിരിക്കും. ശരാശരി ദിവസം 1 കിലോ എന്ന് പറയാം. ഈ കുട്ടിയെ ഇപ്പോൾ ആണാനയുടെ അച്ഛൻ എന്ന് പറയുന്ന ആന ഈ കുട്ടിയെ നോക്കുന്നതിൽ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? യാതൊരു ആ ഏരിയയിലോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഇല്ല, അത് കുട്ടിയെ സൃഷ്ടിച്ചതിന് പ്രജനനം നടത്തി. പിന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ആരാണ് ഏറ്റവും പ്രായം കൂടിയ പെണ്ണാനയാണ് ആ ഫാമിലിയുടെ ഹെഡ്.
അതിലെ ഏറ്റവും പ്രായം കൂടിയ പെണ്ണാണ് ആനക്കൂട്ടത്തിൻ്റെ. ആ, അവരാണ് നയിക്കുന്നത്. എവിടെ തിന്നാൻ പോകണം, എവിടെ വെള്ളം കുടിക്കാൻ പോകണം, എന്ത് ചെയ്യണം. അതിൻ്റെ ചുറ്റും ഭടന്മാരെ പോലാണ് ബാക്കി പെണ്ണാനകൾ. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ കുട്ടി. ഓക്കെ. അതായത് അമ്മ മാത്രമല്ല സംരക്ഷണം, അമ്മ മാത്രമല്ല പെണ്ണാനകൾ മുഴുവൻ. ആ പോലീസിങ്ങിൻ്റെ അകത്താണ് ഇത്. ഒരു ചിമുങ്ങാൻ പറ്റുകയില്ല ഒരാൾ. ഒരു കൊമ്പനാനൊക്കെ ഏരിയയിലോട്ട് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അത് ഏകദേശം 3-3.5 വയസ്സ് വരെ ഈ കെയർ ശക്തമായിട്ടുണ്ട്. ഒരു 3.5 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർ ഇച്ചിരിച്ച മാറിയൊക്കെ വികൃതി കാണിക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഇവരുടെ കെയർ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയുണ്ടായിട്ടുള്ളൊരു പെണ്ണാനയ്ക്ക് കൂടുതൽ തീറ്റ വേണ്ടിയല്ലോ, കാരണം പാലും കൂടി വേണ്ടതല്ലേ, രണ്ടാളുടെ ജീവിതമല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് ഇതിനൊക്കെ വിട്ടിട്ടൊക്കെ ഒന്ന് മാറിപ്പോയിട്ട് തിന്നാനൊക്കെ വരുമ്പോൾ ഇതിനെ നോക്കും. അപ്പോൾ അതിന് ബാക്കിയുള്ളതിൻ്റെ ഭാഗത്തുനിന്ന് കെയറും പ്രത്യേകിച്ചുണ്ട്. മറ്റേ ആനകൾ നോക്കും. മറ്റേ ആനകൾ കയറും ഉണ്ട്. അത് ഏത് രീതിയിലാണ് കാട്ടിച്ചതെന്ന് വെച്ചാൽ ചിലപ്പോൾ തീറ്റ കൊണ്ട് കൊടുക്കുമായിരിക്കാം. മറ്റാനകളുടെ കയറ് വരുന്നുണ്ട്. കാരണം ഇതിന് വളരെ ദീർഘദൂരം ഓടുക, ചാടുക, ഇങ്ങനെയുള്ള കനപ്പെട്ട പറ്റാത്തതുകൊണ്ട് മറ്റാനകളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ കണ്ടുപിടിക്കേണ്ട ഒരു സാമൂഹിക വ്യവസ്ഥ അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആചാര്യ ഉപദേശത്തിൽ ശിഷ്യനോട് നീ ആനയെപ്പോലാകാൻ പറയുന്നേ. ആ ഒരു ഫാമിലി സിസ്റ്റം മനുഷ്യനുണ്ടെങ്കിൽ ഇവിടെ കുടുംബ പ്രശ്നങ്ങളുണ്ടാവില്ല. അത്ര ശക്തമായ ഫാമിലി സിസ്റ്റമാണ്. ഇതാരും കോടതിയിൽ നിന്ന് എഴുതി ഒപ്പിടിച്ച് വിടുന്നതൊന്നുമല്ല. അവർ തിരിച്ചറിഞ്ഞ് അത്രയും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൃഗ സംവിധാനം വേറെ ഇല്ല. നായ്ക്കുണ്ടോ, ആടിനുണ്ടോ, പശുവിനുണ്ടോ? ആ ഒരു സംവിധാനം ആനയ്ക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യന് പഠിക്കാനുള്ള അത് ഞാൻ പറഞ്ഞില്ല, ഗണപതി എന്ന് പറയുന്ന സങ്കല്പം തന്നെ അതിൽ നിന്നാണ്. അതായത് കാര്യങ്ങളെ ഗ്രഹിക്കുക, ബുദ്ധി, വിവേകം, ഗുണങ്ങൾ എത്ര ദൂരെയുള്ളതെന്ന് ശ്രവിക്കുക, മനസ്സിലാക്കുക, നയിക്കുക, കുശാഗ്ര ബുദ്ധിയോടുകൂടി കാണുക, കണ്ടറിയുക, എന്തിനെ ഉൾക്കൊണ്ട് അതിനെ സ്വീകരിക്കുക, സഹിക്കുക, വിവേകത്തോട് ഏത് ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വിനയവാനായിട്ട് ജീവിക്കുക. ഈ ഒരു ഒറ്റ കാരക്കോലിൻ്റെ ഇതിലാണ് ഇയാൾ കൂടെ പോകുന്നത്. ഒരു കയറ്, പശുവിനെ കയറിട്ടുകൊണ്ട് പോകണം. ഇത് കയറിട്ട് പിടിക്കാനോ വല്ലതും പറ്റുമോ? പശുവിനെ പറഞ്ഞ പോലെ കയറടിച്ചുവിട്ട് അത് അതിൻ്റെ വഴിക്ക് പോയി. ഇതൊരു സാധനവും ഇല്ലാതെ ഇപ്പം പാപ്പാൻ ഷാപ്പിൽ കയറുമ്പോൾ നീ അവിടെ നിന്നാണോ എന്ന് പറഞ്ഞിട്ടാണ് കയറിപ്പോൾ അടിച്ചത്. ഇത് അവിടെ തന്നെ നിൽക്കും. ഞങ്ങളുടെ നാട്ടിലെ ഒരു ആന, ഒരു 2-3 ആനകളുടെ ഒരു വലിയൊരു ഫാമിലിയുണ്ട്. അവിടുത്തെ ആനകൾ എവിടെ നിന്നേലും പാപ്പാൻ അകാരണമായിട്ട്, അതായത് അകാരണമാണെന്ന് അതിന് തോന്നണം, എന്നെ എന്തിനാണ് തല്ലിയത്, അകാരണമായിട്ട് തല്ലിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ ഈ വീട്ടിൽ വന്ന് നിൽക്കുകയുള്ളൂ. പിണങ്ങി പോകുന്നു എവിടെയാണേലും. അത് കിലോമീറ്ററുകൾ. അത് വേറെ ആരെ ഉപദ്രവിക്കുകയില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ തിരിച്ച് ഈ വീട്ടിൽ വന്നിരിക്കും. അത് ഒരു ദിവസം നടക്കും. അത്ര കാര്യങ്ങൾക്ക് ഇതുള്ളതാണത്. ഞാൻ പറഞ്ഞ പാപ്പാന്മാർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം. ഞാൻ ഗിരിദാസ് ഡോക്ടറായിട്ട് ഒരിക്കലും എന്തോ സൂചിപ്പിച്ചപ്പോൾ എന്തോ ഒരു ഡോക്ടറായിട്ട് ചേർന്നിട്ട് എന്തോ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. എന്തൊരു പദ്ധതി? അദ്ദേഹം മാതംഗം, അതായത് ലോകത്തെ മൊത്തത്തിലുള്ള ഭൂപടം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉത്സവം, ആചാരം, അനുഷ്ഠാനമായിട്ട് ജീവിതമായിട്ട് ഏറ്റവും ഇടപഴകി നിൽക്കുന്ന സ്ഥലം കേരളമാണ്. ആനയെ ഈ ആചാരങ്ങളിലും നിത്യജീവിതത്തിലും കാര്യങ്ങളിലും ഒക്കെ ചേർന്ന് പോകുന്നത്. നമ്മുടെ ആഴ്ചയിൽ ഒരു ആനയെങ്കിലും കാണുന്ന അവസ്ഥയിലേക്ക് ആനകളിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയല്ല, വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് വിദേശ രാജ്യങ്ങളിലെ മൃഗശാലകളിൽ പോലും ആനകളെ പരിചരിക്കാനുള്ളതിലൊരു മലയാളി അതിനെക്കുറിച്ച് അറിയുന്ന ഉണ്ടായിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലെയും പാപ്പാന്മാർ മലയാളികളുടെ ശിഷ്യന്മാരോ ആണ്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ആനകളെപ്പറ്റി ഒരു ബോധവൽക്കരണം, ഒരു ഇൻ്റർനാഷണലി എന്താണ് ആനയെ അറിയാത്തത് കൊണ്ടാണ് പല ഏജൻസികളുടെയും പേര് പലരും ഇവിടെ കിടന്ന് ഗിമ്മിക്സ് കാണിക്കുന്നത്. എന്താണ് ആന എന്ന് ആളുകൾ അറിയാൻ, ഈ ഫാൻസിനൊക്കെ എന്താണ് ആന എന്നറിയത്തില്ല. ആനയുടെ തീറ്റി എങ്ങനെ ദഹിക്കുന്നതെന്ന് അറിയത്തില്ല. ആനയുടെ സ്വഭാവം, മനസ്സ്, ഭാവഭേദം ഇതൊന്നും അറിയത്തില്ലാതാണ് ഈ ഒരു ഫ്ലെക്സും വെച്ചിട്ട് നാസിക് ഡോലും കൊട്ടി ഇതിൻ്റെ മുന്നിൽ കൂടെ കിടന്ന് അലറി വിളിക്കുന്നത്. അപ്പം ഒരു സമൂഹത്തിന് എന്താണ് ഒരാനയുടെ പ്രത്യേകതകൾ, ഇത് ആനയോടുകൂടി ഇടപഴകി നടത്തുന്ന ഒരു 14 ദിവസത്തെ ഒരു കോഴ്സ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. മാതംഗമിത്രം. അതായത് മാതംഗം എന്ന് പറഞ്ഞാൽ ആന, അതിൻ്റെ കൂട്ടുകാരനാവുക, അതിൻ്റെ സുഹൃത്താക്കുക. അത് ആനകളോടുകൂടി ഇടപഴകി ആനയുടെ സ്വഭാവവിശേഷങ്ങൾ ശാസ്ത്രീയമായിട്ട് പറയുന്നത്, അതിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ, അതിൻ്റെ മനസ്സ്, ബുദ്ധി, അതിൻ്റെ ചേഷ്ടകൾ, എങ്ങനെ അതിനെ സമീപിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ A to Z കാര്യങ്ങൾ. റെസിഡൻഷ്യൽ കോഴ്സ് 14 ദിവസത്തെ. അപ്പോൾ ആനപ്പാപ്പാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു നല്ലൊരു പാപ്പാനെന്നല്ല, ആനയെ ഇഷ്ടപ്പെടുന്ന ആർക്കും അല്ല, പാപ്പാനാണെങ്കിൽ അത് ഗുണം ചെയ്യും. സാധാരണക്കാർക്കും ആനയോടുള്ള മനോഭാവം മാറും. എന്താണ് ആനയെന്ന് തിരിച്ചറിയും, ആനയോടുള്ള മനോഭാവം മാറും. പിന്നെ ഈ കാട്ടിലുള്ള ആനകളെ മുഴുവൻ ഈ കാട്ടുകളെ പിടിക്കേണ്ട സമയത്ത് ആനകളെ പിടിക്കാത്തത് കൊണ്ടും കൂടാണ് ഇത് സമൂഹത്തിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നത്. പണ്ട് ചെയ്തിരുന്നത് പോലെ ആവശ്യത്തിനുള്ള ആനകളെ പിടിച്ച് അതിനെ സംരക്ഷിക്കുകയാണ് നമ്മൾ.
ആ സംരക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇവിടെ ഉത്സവത്തിന് ആവശ്യത്തിന് ആനയാവും. 1000 ആന കൂടെ ഉണ്ടെങ്കിലും ഇവിടെ ഈ ലോറിയെ കയറ്റാതെ എഴുന്നള്ളത്ത് നടക്കും. ഇതിനെ നോക്കാനും പൈസ ചിലവാക്കാനും റെഡിയായിട്ട് ആളുണ്ട്. കയറ്റിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് കാസർഗോഡ് അതാത് ജില്ലകളിൽ ഉണ്ടാവും. അതാത് ജില്ലകൾ പണ്ട് ഒരിടത്തെ ഉത്സവം കഴിഞ്ഞാൽ, ഇരിങ്ങാലക്കുട ഉത്സവം കഴിഞ്ഞാൽ വഴിയടിക്കുക എന്നാണ് പറയുന്നത്. അവിടെ വന്ന് 5 ആനകൾ അടുത്ത് തൃപ്പയാറിലോട്ട് നടന്നു പോവുക. അപ്പം ഒരു ദിവസം കൊണ്ട് 19 കിലോമീറ്റർ നടക്കും. നടക്കാനുള്ളതാണ്. അവന് എണ്ണക്കെട്ടുമില്ല. വഴിനീളം ആൾക്കാർ പഴവും അത് പരിചരണങ്ങളും തീറ്റയും ഒക്കെ കിട്ടും. വ്യായാമമായി. ഇവർക്ക് ഇത് സഹജീവികളോട് ഇഷ്ടമുള്ളതാണെന്നോ, ഇത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റേ ആനകളുള്ള പിന്നെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ അടുത്ത ഉത്സവത്തിന് അല്ലെങ്കിൽ മാക്സിമം ഒരു തൃപ്പൂർ വരെ പോകാമെന്ന് അർത്ഥം. ഒരു 10-20 കിലോമീറ്റർ. അപ്പോൾ പണ്ട് വഴിയടിച്ചാൽ പോകുന്നത്. അതായത് ഒരിടത്തെ ഉത്സവം കഴിഞ്ഞ് അടുത്തിടത്തോട്ട് ഈ ആനകളെല്ലാം കൂടെ വാലേ അപ്പോൾ പാപ്പന്മാരുമൊക്കെ വർത്താനം പറഞ്ഞ് അവിടെ ഉപദ്രവമില്ല, ശല്യമില്ല. ഇപ്പോൾ എന്നാൽ 10 മണി കഴിഞ്ഞ് ആന റോഡിൽ ഇറക്കാൻ പറ്റില്ല, വെയിലത്ത് നിർത്താൻ പറ്റില്ല. ഒക്കെ ടാർ റോഡിൽ പ്രശ്നമൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് ആനയുടെ കാലിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്താൽ പോരെ? ഇത് പ്രായോഗികമല്ല. ഇടയ്ക്ക് ഡോക്ടറൊക്കെ അത് ആലോചിച്ചിരുന്നു, ചെരുപ്പിൻ്റെ സംവിധാനമൊക്കെ. പക്ഷേ എന്നു വെച്ചാൽ ഇതിൻ്റെ കാല് തറയിലോട്ട് അമങ്ങുമ്പോഴത്തേനും ഇത് വൈഡാകുന്നുണ്ട്. നമ്മുടെ കാലായിട്ട് തന്നെ നിൽക്കും. ഇതങ്ങനെയല്ല, ഓരോ ചവിട്ടിലും ഇതിങ്ങനെ, അതായത് നമ്മളൊരു ബണ്ണ ഞെക്കുന്ന പോലെ അല്ലെ ഒരു ബലൂൺ ഞെക്കുന്നത് പോലെ ഇത് ഈ പ്രക്രിയ നടക്കുന്നുണ്ട്. ആ പ്രക്രിയ നടക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലുപ്പത്തിലുള്ള ഷൂ ഇട്ട് കഴിഞ്ഞാൽ ഊരിപ്പോരും. ചെറുതിട്ട് കഴിഞ്ഞാൽ ഇതിന് ബാലൻസിങ്, ഇതിൻ്റെ നെർവൽ ഡിസോർഡർ വരും. അപ്പോൾ അതുകൊണ്ടത് പ്രായോഗികമല്ല. പിന്നെ ഒരുമാതിരിപ്പെട്ടതിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. പിന്നെ ഇതിൻ്റെ കാല് വളരെ സോഫ്റ്റാണ്. അതിൻ്റെ ഉള്ളംകാല് കണ്ടാൽ മരം, തടി, കല്ലൊക്കെ പോലെ തോന്നുമെങ്കിലും ഒരു ചെറിയ സാധനം പോലും സെൻസ് ചെയ്യും. അല്ല, അപ്പോൾ ഒന്നുകിൽ പുലർച്ചെ അല്ലെങ്കിൽ വൈകുന്നേരം നടക്കാമെന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് മാറ്റാം. അതിന് പണ്ടങ്ങനെ വഴിയടിച്ച് പോകുന്നു. ഒരിടത്തെ ഉത്സവം കഴിഞ്ഞാൽ നിർത്തി വെയിലൊക്കെ ഇറക്കുമ്പോൾ അടുത്ത പറമ്പിൽ കയറ്റി പാപ്പാന്മാരെല്ലാം കൂടെ നല്ല നാടൻ കള്ളുമൊക്കെ ഉണ്ട് കഴിച്ച് തിരിച്ചു വന്ന് ആനയ്ക്കും എന്തെങ്കിലും പഴങ്ങളും സാധനമൊക്കെ കൊടുത്ത് അതിന് നാട്ടുകാരും പഴങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ ആളുകൾക്ക്. ആന ഇപ്പോഴും കേരളത്തിലൊരു ആനയെ കണ്ടു കഴിഞ്ഞാൽ വാഴക്കുല മേടിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവരാണ് ഒരു 50% ആൾക്കാരും. അപ്പോൾ അതിനൊക്കെ അതാണ് ശരിക്കുള്ള മൃഗസ്നേഹം അല്ലേ? തീർച്ചയായിട്ടും. ഇനി നമ്മൾ വളരെ ക്രൂരമായൊരു വിനോദമായി പറയുന്നു. ആദ്യമൊക്കെ അത് പത്രങ്ങളിൽ വന്നിരുന്നു. ഇപ്പോൾ ആ ന്യൂസ് വരെ പത്രങ്ങൾ മുക്കിക്കഴിഞ്ഞു. ആനയെ വിരളി പിടിപ്പിക്കാൻ വേണ്ടി ലേസർ ബീം, എന്തായാലും പറയാം, ഇൻഫ്രാറെഡ് ലൈറ്റ് ആനയുടെ കണ്ണിലടിച്ചിട്ടാണ് ആന ഇടയുന്നത് എന്ന് ആദ്യം ന്യൂസ് വന്നിരുന്നു. ഇപ്പം ന്യൂസും ഇല്ല. പക്ഷേ ആന ഇടയുന്നുണ്ട്, അകാരണമായി ആന ഇടയുന്നുണ്ട്. അത് 2013 തൊട്ട് ഒരു 8-9 സംഭവങ്ങൾ ആന ഇടഞ്ഞതുണ്ടായതിൽ നമ്മുടെ വക പാരലായിട്ടൊരു അന്വേഷണം നടത്തുമല്ലോ. ആ ഒരു അന്വേഷണത്തിലൊക്കെ ഈ ലൈറ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കൊയിലാണ്ടി വരെ, ശബരിമല നടന്നതിൽ വരെ. അതായത് ആനയെ അടഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ അഴിനളത്തിൻ്റെ ഇടയ്ക്ക് ആനയുടെ വാലയിൽ വലിക്കുക, അതായത് ആനയുടെ വാലയിലെ പൂടയിലെ വലിക്കുക. പിന്നെ ഓർക്കാപ്പുറത്ത് ചെന്ന് ശരീരത്ത് തട്ടുക. ഇത് ഈ ഒരു ഞെട്ടൽ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ഞെട്ടലിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ശബ്ദം കൂടെ വരും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആനകളും കൂടെ അലർട്ടാവും. അപ്പോൾ അതിൽ ഭയമുള്ള ആനകൾ കാണും, ചിലപ്പോൾ ഓടും. ഇപ്പോൾ ഒരു പ്രകൃതിയെ ഞാൻ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കുകയില്ല അങ്ങ് പ്രതികരിക്കുന്നത് ഒരു കാഴ്ചയെ എന്ന് പറഞ്ഞാൽ. ഈ 7 ആന നിൽക്കുന്നിടത്ത് ഈ ഒരു സൈൻ പോയി കഴിഞ്ഞാൽ ഇതിൽ പേടിത്തുള്ള ഒരാൾ കാണും. ഇവനെന്ത് ചെയ്യും? അപ്പോഴേ വണ്ടി വിടാനുള്ള പരിപാടി നോക്കും. അപ്പോഴത്തേനും വാസ്തവത്തിൽ പാപ്പാൻ ചെന്ന് പേര് വിളിച്ച് തുമ്പക്കൈയിലൊന്ന് പിടിച്ചാൽ തീരുന്നൊരു പ്രശ്നം. ഇവനെന്ത് ചെയ്യും? കാരക്കോലെടുത്ത് നിഴവിടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വെച്ച അങ്ങോട്ട് വെക്കും. ഒന്നുകൂടി പേടിക്കും. അപ്പോഴത്തേനും എന്ത് ചെയ്യും? ആളുകൾ ബഹളം വെക്കും. അയ്യോ ആനയുടെ ഈ ശബ്ദവും ഇതെല്ലാം കിട്ടി ഇതിൻ്റെ ആ ഒരു ഹാലൂസിനേഷൻ സ്റ്റേജിലേക്ക് വന്നിട്ട് പിന്നെ ഇതൊരു പോക്കാണ്. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ പേടിച്ച് തിരിയുമ്പം ചില ആന അടുത്ത ആനയെ തട്ടുകയോ മുട്ടുകയോ ചെയ്യും. അത് അതിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതപ്പോൾ എന്തും പിടിച്ച് തള്ളോ കുത്തു കൊടുക്കും. പക്ഷേ ഈ പൂരത്തിനൊക്കെ നിർത്തുന്ന ഇങ്ങനെയുള്ള യാതൊരു ദുസ്വഭാവം ഇല്ലാത്തതിനെ എണ്ണം പറഞ്ഞ ആനകളെ മാത്രമാണ് ഈ പൂരത്തിൻ്റെ തെക്കോട്ടിറക്കോ മടത്തിൽ വരവോ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾക്ക് കുടമാറ്റത്തിനുമൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ 10-15 വർഷം കൊണ്ട് പ്രൂവ് ചെയ്ത ആനകളെ മാത്രമേ നിർത്തുന്നുള്ളതിൻ്റെ പറയുന്നതിൻ്റെ കാര്യമത്. ഇങ്ങനെ എന്തൊരു സാഹചര്യം വന്നാലും അഥവാ വന്നൊരു പടക്കം വീണ് പൊട്ടിയാൽ പോലും പോവില്ല എന്ന് അത്ര ഉറപ്പുള്ളതിനെ. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പടക്കം പൊട്ടിയാൽ കാട്ടിലെ ആന പേടിയുണ്ട്. ഒരു ചെറിയ ഓലപ്പടക്കത്തെ പേടിപ്പിച്ചിട്ടാണ് ആന. അതെ, പക്ഷേ വെടിക്കെട്ട് അത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ശീലിപ്പിച്ചതാണ് ട്രെയിനിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇൻഫ്രാറെഡ് ലൈറ്റ് ശീലിപ്പിച്ചുകൂടാ? ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം പൂരപ്പറമ്പിൽ ഇങ്ങനത്തെ വെകിളികൾ വന്നിട്ടുണ്ട് നിങ്ങളെ ഓടിക്കാൻ. ആദ്യത്തെ അടിക്കുള്ള പ്രതികരണം എന്താണെന്ന് അറിയാൻ പറ്റില്ല. അല്ല, കെട്ടുന്നറി പോലത്തെ സ്ഥലത്ത് നിർത്തി
അതിന് കാണിച്ചു കൊടുത്ത മോനെ ഇതാണ് പാപ്പാൻ്റെ തന്നെ കയ്യിലേക്ക് അടിച്ച് കാണിച്ചു കൊടുത്തത് അത്രയേ ഉള്ളൂ സാധനം, ഇത് തൻ്റെ തുമ്പിക്കൈയിലേക്ക് ഇത് അടിച്ചത് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ശരീരത്തിൽ പല സ്ഥലത്തും കാണിച്ച് അവസാനം കണ്ണിലൊന്ന് അടിച്ചു കൊടുക്കുക. അത് പറഞ്ഞാൽ ഫസ്റ്റ് അടിക്കയിലെ പ്രതികരണം എന്താണെന്നുള്ളതിനെ ആശ്രയിക്കും. ചിലപ്പോൾ അത് ചിന്തിക്കാവുന്ന ഒരു കാര്യം ആയിക്കൂടാഴിയില്ല. കാരണം അതിന് ശീലിപ്പിക്കാന്ന് കാരണം ഇതാണ് അപകടം ചെയ്യുന്നതെങ്കിൽ അതിനെ ശീലിപ്പിക്കുക. കാരണം അങ്ങനെ ആനെ ഓടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള യാതൊരു സംശയം വേണ്ട. ഇതിനകത്തൊരു വൻ ലോബി ഇതിൻ്റെ അകത്തുണ്ട്. കാരണം സംസ്കാരത്തിനെ നശിപ്പിക്കുന്ന കാരണം ലോകത്ത് അധിനിവേശത്തിൽ നശിക്കാത്ത ഏക സംസ്കാരം ഭാരതത്തിലെയാണ്. ആഫ്രിക്കയൊക്കെ 8-10 വർഷം കൊണ്ട് സംസ്കാരത്തെ നശിപ്പിക്കാൻ പറ്റി. ലോകത്തെ 60-70 രാജ്യങ്ങളോളം സംസ്കാരം നശിപ്പിച്ച് മറ്റൊരു സംസ്കാരത്തിൻ്റെ അധിനിവേശത്തിലായി. മറ്റ് 70 രാജ്യങ്ങൾ വേറൊരു സംസ്കാരത്തിൻ്റെ അധിനിവേശങ്ങളായി. ഇപ്പോൾ പിന്നെ ഇസ്രായേലൊക്കെ അവരുടെ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിജീവനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇതൊക്കെ വന്നു, ഇവരെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ പള്ളിയും ഇതും പണിയാനുള്ള സ്ഥലവും ഫ്രീ കൊടുത്തു, മരവും കൊടുത്തു. സാമൂതിരിയൊക്കെ കെട്ടാൻ പെണ്ണുങ്ങളെ വരെ ഒരു വീട്ടിൽ നിന്ന് ഒരാളിനെ കൊടുക്കാൻ പറഞ്ഞു. അത്രയും വിശാല മനസ്കത ഉണ്ടായിട്ട് പോലും സംസ്കാരനാശത്തിനുള്ള ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോഴും മുക്കിന് ക്ഷേത്രങ്ങളും കൂടി വരുന്നേ ഉള്ളൂ, ആചാരങ്ങളും കൂടി വരുന്നേ ഉള്ളൂ. അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പോലും ആ സ്ഥാനത്ത് ഇതിൻ്റെ മൂല്യം കൂടെ മനസ്സിലാക്കി ബോധതലത്തിൽ അതിനെ ഉൾക്കൊണ്ട് ആ ഒരു ആധ്യാത്മിക സംസ്കാരത്തിലേക്ക് വരുമ്പോൾ അത് ലോകത്തിന് തന്നെ ഒരു വൻ മാറ്റമാകും. അതിനാദ്യം പ്രകൃതിയുടെ സഹജീവനത്തിൽ നിന്ന് തുടങ്ങണം. വെള്ളം സംരക്ഷിക്കുക, മരം സംരക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക, മൃഗങ്ങളെ, സകല ജീവജാലങ്ങളെ പണ്ട് ജീവജാലങ്ങളുടെയും പക്ഷികളുടെയും അനുവാദം ചോദിച്ചിട്ടാണ് ഒരു മരം വെട്ടുന്നത്. കാരണം നിങ്ങളുടെ ആവാസ വ്യവസ്ഥ ഞങ്ങൾ എടുക്കാൻ പോവാണ്, അത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അത്ര പവിത്രമായ സംസ്കാരമായിരുന്നു. ഇതൊക്കെ സംസ്കാരം നശിച്ച് ഇതൊക്കെ നമുക്ക് ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണെന്ന് വിചാരിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു സന്തുലിതാവസ്ഥ, ആ ഒരു ആധ്യാത്മികത നഷ്ടപ്പെട്ടെ. അത് തിരിച്ചു വന്നേ പറ്റൂ. അതിനാദ്യം നമ്മൾ പ്രകൃതിയിൽ നിന്ന് തുടങ്ങണം. പ്രകൃതിയിൽ നിന്ന് തുടങ്ങുമ്പോൾ ആ പ്രകൃതിയുടെ ഏറ്റവും ആദ്യ അവകാശികളെന്ന് പറയുന്നത് മറ്റു സ്വാർത്ഥ ലാഭങ്ങളും കരുതി വെക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാത്തത് ജീവികളാണ്. നമ്മളൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പാദ്യശീലമില്ലാതെ ജീവിക്കാൻ വേണ്ടി മാത്രം ഉപഭോഗം ചെയ്യുന്നത് മൃഗങ്ങളും പക്ഷികളും ജീവജാലങ്ങളുമാണ്. അവർക്ക് അനാവശ്യമായിട്ടൊന്നും കൂട്ടി വെക്കണ്ട. നമ്മൾ 10 തലമുറയ്ക്കുള്ളത് വരെ സമ്പാദിക്കുന്നുണ്ട്. അതും ഉപഭോഗമാണല്ലോ. നമ്മൾ ഉപഭോഗം ചെയ്യുന്നതിനാണല്ലോ സംരക്ഷിക്കുന്നത്. അപ്പം സ്വാർത്ഥ ലാഭമില്ലാതെ ജീവിതായോധനത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആ ജീവികൾക്ക് പ്രഥമ സ്ഥാനം കൊടുത്ത് അവർ നമുക്ക് തന്ന ദാനമാണ് നമുക്കുള്ള സാഹചര്യങ്ങളെന്ന് വിശ്വസിക്കുക. ആ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോട് നന്ദിയും കടപ്പാടും ഉണ്ടാവും. ആ നന്ദിയും കടപ്പാടും നമുക്ക് എന്നുണ്ടാകുന്നോ അന്ന് നമ്മൾ സംസ്കാരം കൊണ്ടും ആരോഗ്യം കൊണ്ടും ആനന്ദം കൊണ്ടും സമൃദ്ധി ഉണ്ടാവും. അങ്ങനെ ഒരു സുജീവിതം, ആ സഹജീവനത്തിൽ കൂടെ മാത്രമേ ഒരു നല്ല ഭൂമിയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. നമ്മളത് ലോകത്തിന് മാതൃകയാവണം. ആ ലോകത്തിന് മാതൃകയാവാനുള്ള അവകാശവും അതിൻ്റെ സാഹചര്യവും നമുക്ക് ഭാരതീയർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ലോക പോലീസിങ്ങിലോ ഫൈറ്റർ ജെറ്റിലോ അല്ല ലോകത്തിന് മുന്നിൽ വിശ്വഗുരു ആകാൻ പോകുന്നത്. നമ്മുടെ സംസ്കൃതി കൊണ്ട്, നമ്മുടെ ആചാരങ്ങൾ കൊണ്ട്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഏത് രാജ്യത്തും ബൗദ്ധികമായ തലത്തിൽ മേൽപ്പത്തിയിരിക്കുന്ന കുറച്ച് പേര് ഇന്ത്യക്കാരായിരിക്കും. നമുക്കറിയാമല്ലോ, ഇന്ന് ഗൂഗിൾ തൊട്ട് എല്ലാത്തിനും തലപ്പത്തിരിക്കുന്ന ആരാണ്? ആ ഒരു തലത്തിലേക്ക് കുറെ കൂടെ വന്നാൽ പ്രകൃതി അറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം മൊത്തം ലോകത്തിന് പാഠമാകും. അപ്പോൾ ആ സഹജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ട് തയ്യാറെടുക്കുക, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, അതിനുള്ള ബോധവൽക്കരണം നടത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് നമ്മൾ തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇപ്പോൾ ഡോക്ടർ ഒരു ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഗിരിദാസ് ഡോക്ടറും ഡോക്ടറും കൂടി ചേർന്നിട്ടുള്ള ആനകളെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാനും ശരിക്കും ആനകൾ എന്താണെന്ന് മനസ്സിലാക്കാനും. കാരണം പാപ്പന്മാർക്ക് പോലും കൃത്യമായിട്ട് ആന എന്താണെന്ന് അറിയില്ല, അതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. പൂരം കാണാൻ വരുന്നവർക്ക് അതിൻ്റെ ആരാധകർക്ക് ഒന്നും തന്നെ കൃത്യമായിട്ട് അറിയില്ല. പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രൊപ്പഗാൻഡകൾ, ആനയ്ക്ക് ചൂട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ചൂട് ഇഷ്ടമാണ്, ആനയ്ക്ക് മനുഷ്യരുടെ കൂടെ അല്ല ആന വാഴേണ്ടതെന്ന് പറയുമ്പോൾ ആനയ്ക്ക് മനുഷ്യരെ ഇഷ്ടമാണെന്ന് കൃത്യമായിട്ട് ആചാര്യന്മാർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ മോഴ എന്താണെന്നുള്ളത്, നമ്മളെന്താ പറയുക, ആണും പെണ്ണും കെട്ട ആന ആണ് മോഴ എന്നൊക്കെയുള്ള കഥകളാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും ശക്തനായ ആനയാണ്. കാരണം പ്രകൃതി തന്നെ ഈ ആനക്കൊമ്പിന് വേണ്ടി കൊല്ലുന്നതിൽ നിന്നും സംരക്ഷിച്ച് അവരുടെ വംശവർദ്ധനവ് തടയുന്ന ശക്തികളെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു മോഴ, അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ കുങ്കി എന്ന് പറയുന്ന ആനയുടെ ഒരു പ്രയോഗം എങ്ങനെയാണെന്നും ഈ മറ്റേ ആനിമൽ മാൻ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ കൃത്യമായിട്ട് അവരെ കൊണ്ട് തന്നെ ഡീൽ ചെയ്യാമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് പേര് കാണും, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇതെല്ലാം ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്ന നിലയ്ക്ക് ഒരു പുസ്തകം കൂടി ആക്കേണ്ടതല്ലേ? അതായത് പാലകാപ്യവും അസ്ഥി ആയുർവേദവും പിന്നെ മാതങ്കലയിൽ തുടങ്ങിയിട്ട് അടിസ്ഥാന ഗ്രന്ഥങ്ങളിലേക്ക് മുഴുവൻ വേണമെന്നല്ല, കാരണം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാലും
എന്തെങ്കിലുമൊക്കെ അങ്ങയുടെ ഭാഗത്തുനിന്നൊരു എഴുത്ത് എന്ന നിലയിൽ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി ഇനിയുള്ള കാലമെങ്കിലും ആന സ്നേഹികൾക്കും ആന വിദ്വേഷികൾക്കും ആനസ്നേഹം നടിച്ച് വേഷം കെട്ടി വരുന്നവർക്കും വായിക്കാം, എല്ലാവർക്കും വായിക്കാം ഒരു പുസ്തകം വേണ്ടല്ലേ? വേണ്ടതാണ്. പക്ഷേ അതിലേക്ക് ഇറങ്ങുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരു പുസ്തകം തയ്യാറാക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഈ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് പകർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് വായന മരിക്കുന്നു എന്നാണ് പറയുന്നത്, വായനക്കാർ കുറയുന്നു. അതിലുപരി പബ്ലിഷേഴ്സ്, നമ്മൾ എഴുതുന്ന ഒരു പുസ്തകം നമ്മളുടെ കുറേ കാലത്തെ പഠനത്തിൻ്റെയും നമ്മുടെ ചിന്തയുടെയും നമ്മുടെ മനോഭാവത്തിൻ്റെയും ശിഷ്ടഫലമാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത്. അതിന് അർഹിക്കുന്ന മൂല്യം കൊടുത്ത് പുറത്തിറക്കാനുള്ള പബ്ലിഷർ ഈ വിഷയത്തിൽ ഇല്ലാതെ വരിക, ഒരു 100 പേരിലേക്ക് പോലും ഒരു പുസ്തകം എത്താതെ വരിക, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അതിലേക്ക് ഇറങ്ങാതിരിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം ചോദിക്കട്ടെ. മഹാമാഘം നടന്നു തിരുനാവായയിൽ ആനന്ദവനം സ്വാമിയുടെ നേതൃത്വത്തിൽ. അവിടെ ഇത്ര ലക്ഷം ആൾക്കാർ വന്നില്ലെങ്കിൽ ഇത് പരാജയപ്പെടില്ലേ എന്ന് ആലോചിച്ച് അദ്ദേഹം അടിച്ചു നിന്നിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു. ഇത്ര ലക്ഷം ആൾക്കാർക്ക് ക്ഷണക്കത്ത് കൊടുത്തിട്ടും അല്ലല്ലോ അവിടെ കൊണ്ടുവന്നത്. ഇറങ്ങി തിരിച്ച കാര്യം ശുദ്ധമായിരുന്നു, ധാർമ്മികതയിൽ ഊന്നിയിട്ടാണ് നിന്നത്. അവിടേക്ക് കൃത്യമായിട്ട് ആൾക്കാർ വന്നു. അപ്പോൾ അങ്ങത് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് വേണ്ട പബ്ലിഷർ അവിടെ വരും. കൃത്യമായിട്ട് അത് വന്ന് ചേരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ചെയ്യണം. അവിടെ മടിച്ചു നിൽക്കുമ്പോൾ അത് അധാർമികമാണ് അല്ലേ? തീർച്ചയായും അപ്പോൾ അത് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. കാരണം ഇത് ജനങ്ങളിലൊരു ഈ സോഷ്യൽ ട്രാൻസ്ഫോമിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഒരു വിഷയത്തെ പറ്റിയുള്ളൊരു പുസ്തകം എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഭാവനയല്ല, ശാസ്ത്രത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ പാലകാപ്യത്തിൽ ഹസ്തായുർവേദത്തിൽ നിന്നും മൊത്തം ഇങ്ങോട്ട് പദാനുപത വിവർത്തനത്തിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തുക തന്നെ വേണം. അല്ല, ഡോക്ടർ പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതും എല്ലാം തന്നെ ആയുർവേദമാണ്. അതെ, ഗിരിദാസ് ഡോക്ടർ ആധുനിക ചികിത്സയുടെ വക്താവാണ്. അതെ. അപ്പോൾ അദ്ദേഹവും അങ്ങും തമ്മിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി അങ്ങേക്ക് യാതൊരു ഈഗോയും ഇല്ലാതെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഈ അറിവുകൾ വളരെ ഭംഗിയായിട്ട് എല്ലാ വിഭാഗം അപ്പോൾ ആ കോഴ്സിൽ പോലും ഞാനിതിൻ്റെ നമ്മുടെ പരമ്പരാഗത വേർഷൻസ് മാത്രമാണ് എൻ്റെ പങ്ക്. ബാക്കി ചികിത്സ തൊട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഡോക്ടറെ. അതാ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഒരു ആധുനിക ചികിത്സൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ അങ്ങേക്കും വിഷമമില്ല, അങ്ങേപ്പോലെ ഒരാൾ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് വിഷമമില്ലെങ്കിൽ അവിടെ ഈഗോ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാളുടെ ഇടയിൽ തീർച്ചയായിട്ടും ലക്ഷ്യമാണ് മുന്നിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആന ആരോഗ്യമായിട്ടിരിക്കണം, ഇവിടുത്തെ പൂരങ്ങൾ നടന്നു പോകണം, ഈ സംസ്കാരം ശക്തമായിട്ട് തിരിച്ചു വരണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് പുള്ളി ഈഗോ ഇല്ലാതെ ആയുർവേദത്തിന് അങ്ങനെ ഒരാൾ ഈ ലോകത്ത് സാധാരണ അലോപ്പതിക്കാരുടെ ശത്രുവാണ് ആയുർവേദക്കാരെ. അദ്ദേഹം അതല്ല, ആയുർവേദം ഏത് ചികിത്സാവിധിയാണ് ആനയ്ക്ക് ഗുണകരമാകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് തീരുമാനിച്ച് ആണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ആശയങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ചേർന്ന പോലെ അങ്ങേക്ക് വേണ്ട ഒരു പബ്ലിഷർ വരും, അങ്ങ് എഴുതൂ. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരാൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ പറയേണ്ടതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണെങ്കിലും ആനകളെക്കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കേൾക്കുന്നവർക്ക് എന്നേക്കാൾ എന്തായാലും അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. എൻ്റെ അത്ര അറിയാത്ത ആൾക്കാരും ഉണ്ടാവും, എൻ്റെ അത്ര അറിയുന്നവരും ഉണ്ടാവും. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ആനകളെക്കുറിച്ച് വല്ലാത്തൊരു ലോകം. കാരണം എന്താ പറയുക, പോയറ്റിക് ലൈൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സാധനങ്ങളെല്ലാമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നത്. എന്തായാലും ഡോക്ടറെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മിത്ര ടോക്സ്. ഇനി നായയും പശുവും കോഴിയുമൊക്കെ ആയി പല പല ജീവികൾ പല പല വിഷയങ്ങളിൽ എനിക്കറിയാം ഡോക്ടറെക്കുറിച്ച്. പല വിഷയങ്ങളിലും അത് ഒരു ചെടി എറിഞ്ഞു പോയാൽ അതിൻ്റെ കിഴങ്ങ് വരെ മാന്തി പറിച്ച് പോരുന്നൊരു സ്വഭാവം അങ്ങേക്കുണ്ട്. കുറച്ചൊക്കെ സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ചേരും. അപ്പോൾ അതുകൊണ്ട് ഇനിയും നമ്മൾ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രേക്ഷകരോടായിട്ട് പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയാം. പ്രേക്ഷകർ പറയാനുള്ളതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ആദ്യം നമ്മൾ പ്രകൃതിയിലെ അവകാശികളിൽ ഒരു വിഭാഗം മാത്രമാണ് തിരിച്ചറിയുക. യഥാർത്ഥ അവകാശികൾ ഇവിടുത്തെ സസ്യജാലങ്ങളും ജന്തുക്കളും പക്ഷികളുമാണെന്നുള്ളത് തിരിച്ചറിയുക. എന്നിട്ട് അവയോട് സഹജീവനം നടത്തുക, സഹവർത്തിത്വത്തോടുകൂടി സഹജീവനം നടത്തുക. അവരെ ഈശ്വരനായിട്ട് കാണുക, എല്ലാത്തിലും ഈശ്വര ചൈതന്യം കാണുക. അങ്ങനെ ഒരു ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ലോകത്തിന് മാതൃകയാവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം.